Christmas. We wish you a Merry Christmas and a Happy New Year and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. ഡിക്കി ഓപ്പൻ സാർ. അല്ലെങ്കിലും ഇത് കയറ്റം കയറാൻ പാടാ. അതിനിടയ്ക്ക് ഇവിടെ നിർത്താനും കൂടെ പറഞ്ഞാൽ എങ്ങനെയാ? ഡിക്കി ഓപ്പൻ സാർ. വേഗം ചെക്ക് ചെയ്യേ. അവിടെ മണിക്കൂർ കണക്കിനാ ഓഫറൊക്കെ കുറഞ്ഞു വരുന്നത്. വീണ്ടും ഇത് ടൂ മച്ച് ആണല്ലോ. 25 വർഷങ്ങളായിട്ട് ഈ ബുക്കിൽ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുക. തുടക്കത്തിൽ ആദ്യത്തെ പേജിലായിരുന്നു, പിന്നീട് നടുവിലത്തെ പേജിലായിരുന്നു, ഇപ്പൊ അവസാനത്തെ പേജിലാണ്. അടുത്ത വർഷം ഇടുന്നത് നിർത്തും തോന്നുന്നു. ബുക്കിലുള്ള നമ്മുടെ ആർട്ടിക്കിൾ എവിടെ ഇട്ടിരിക്കുന്നത് അല്ലടി പ്രധാനം. അത് വായിച്ചവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ അതാണ് പ്രധാനം. സാർക്ക് ഒരു മിനിറ്റ് സാറേ. വാ സാറേ, ഒന്ന് വാ സാറേ. ഒന്ന് നിക്കടോ, ഇതൊന്ന് സ്റ്റാർട്ട് ആവട്ടെ. അവനെ വിളിച്ചൊന്ന് തള്ളാൻ പറയടി. അയ്യോ, നിങ്ങൾ ചോദിക്കേ പ്ലീസ്, ഒന്ന് ചോദിക്കടി. എടാ ജീവാ, മ്യൂസിയമിൽ എടുത്തു വെക്കേണ്ട വണ്ടി മോളിൽ കൊണ്ടുവരുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നിട്ട് കേട്ടോ, പാരൻസ് എന്ന അഹങ്കാരം. ചെല്ലടാ. സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ മാത്രം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂൾ വെച്ചാ ഇവിടെ പാർക്കിംഗ് പ്ലേസ് കാണത്തേയില്ല. അവിടെ നിർത്തോ. അയ്യോ, പൈപ്പ് ഓപ്പൺ ആയി തോന്നുന്നു. ഇതിന് പൊട്ടാൻ കണ്ടൊരു നേരം. അവനെവിടെ? യെസ്. ഡാ, നീ വരുന്നില്ലേ? നിങ്ങൾ വെക്കോ, ഞാനിവിടെ ഇരുന്നോളാം. അതല്ലടാ അമ്മേ. അവനെ വിട്ടിട്ട് നീ വാ. നിങ്ങൾക്കൊന്ന് വിളിച്ചൂടെ? അറിയാവുന്ന കാര്യമല്ലേ. അവൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് തീരുന്നത് വരെ അനങ്ങില്ല. ഇപ്പൊ ഗെയിമിലാ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്തു കുന്താണോ. ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന പെൺകുട്ടികളെ നോക്കുമെന്ന് വിചാരിച്ചപ്പോ ഇവൻ. ഒന്ന് വിടറി. പെണ്ണുങ്ങളെക്കാളും ഭേദം ഫോൺ തന്നെയാ. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. യെസ്. സെൽഫി. അച്ഛനമ്മ കൂടെ വരാന്ന് വെച്ചാൽ റെഡി ആവാതെ വന്നിരിക്കും.
വേണ്ട വേണ്ട എന്തിനായിട്ടാ അടിക്കുന്നത്? ഓൾറെഡി ആള് മെലിഞ്ഞിരിക്കുക, ചത്തുപോയി പോവും. അതെ സാറേ, ഷർട്ടും ചുളുങ്ങി പോയി. അപ്പാർട്ട്മെന്റിൽ ഷർട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുക്കണം. You uneducated bloody fool! Yeah, two gentlemen talking here. യു വെയിറ്റ് there. ഷർട്ട് അവന്റെ ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലേ? ചേട്ടാ, നിങ്ങൾ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കാണ് ഞാൻ ചോദിക്കില്ല. പക്ഷെ ഇത് പബ്ലിക് പ്ലേസ്. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മേലെ കൈവച്ച നോക്കി നിൽക്കില്ല ഞാൻ. ആവശ്യമില്ലാതെ എന്തിനാ അടിക്കുന്നേ? ഒന്ന് പറ. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ്, ഇവന്മാരൊക്കെ യൂസ്ലെസ്. ഇവന്മാര് വെറുതെ ഇട്ട് അടിക്കാണ് സാറേ. എന്തിനാന്ന് മനസ്സിലാവണേയില്ല. എന്തിനാണ് ഇവന്മാര് വെറുതെ ഇട്ട് അടിക്കണത്? ആദ്യത്തെ അടിയൊക്കെ ഞാൻ എണ്ണി, പിന്നെ എണ്ണാൻ പറ്റില്ല. കണ്ടാ പാവത്താനെ പോലെ ഉണ്ട്. അവൻ എന്തിനാ അടിക്കുന്നേ? നാണം കെട്ടവൻ. കുടിച്ചിട്ട് ബാറിൽ ജോലി ചെയ്യുന്ന പെണ്ണിനെ ഉപദ്രവിച്ച പിന്നെ നീ പറ, തല്ലിക്കൊല്ലണ്ടേ ഇവനെ? ഞാനൊന്നും ചെയ്തില്ല സാറേ, ഞാൻ ഒന്നും ഉള്ളിട്ടേ ഇല്ല. ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞതോ. നീ എന്താ ചെയ്ത്? ജസ്റ്റ് ഞാനൊന്ന് ചൊറിഞ്ഞു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ചൊറിഞ്ഞു, അത്രേ ഉള്ളൂ. സാറാ ബാർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. അവിടെ ബിയറിന് വില കുറവാണെന്ന്. ബാർ ഗേൾസ് IPL ചിയർ ഗേൾസിനേക്കാൾ അടിപൊളിയാണ് സാറേ. ഞാൻ എന്തിനാ അടിച്ചെന്നറിയോ? ഫസ്റ്റ്, ഞാൻ കുടിക്കില്ല. സെക്കൻഡ്, ഞാൻ ഭയങ്കര ഡീസന്റാ. നീ ഞാൻ ടീമേറ്റ് ആണോ? നീ ഞാൻ ടീമേറ്റ് ആണോന്ന് ട്രോളി കയറടാ. കേറി ഇരിക്കാൻ. അതെ, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട്, നീ അടിച്ചാലും കുഴപ്പമില്ല. ഈ പ്രാന്തമാരുടെ കൂടെ എന്നെ വിട്ടുകൊടുക്കല്ലേ. God bless you, Sir G. ഐസ്ക്രീം വൃത്തിയായിട്ട് കഴിക്കണം ഞാൻ എത്ര തവണ പറഞ്ഞു. കണ്ടോ, ഇപ്പൊ ഡ്രസ്സ് മുഴുവൻ അഴുക്കായി. ഇനി ആരലക്കും ഈ ഡ്രസ്സ്? ഡെയിലി തുണി അലക്കുന്നത് അച്ഛൻ തന്നെയല്ലേ, അല്ലാതെ അമ്മയൊന്നും അല്ലല്ലോ അലക്കുന്നത്. നിന്റെ അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കാം, വരാൻ ഒരാഴ്ചയാവും. അതുവരെ നീ ഈ ഡ്രസ് തന്നെ ഇട്ടോ. വന്നോട്ടെ. പിടിക്ക. ഇവളുടെ കുസൃതി കൂടുന്നുണ്ട്. ഡോക്ടർ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ? എന്നിട്ടാണോ നീ ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നീ? നമ്പർ നോട്ട് ചെയ്തോ? കീപ് ഇൻ ടച്ച്. ക്ഷമിക്കണം, താങ്കളുടെ അക്കൗണ്ടിൽ ഈ കോൾ ചെയ്യുവാനുള്ള ബാലൻസ് ഇല്ല. എക്സ്ക്യൂസ് മീ സർ, യുവർ ഓർഡർ പ്ലീസ്. വൈഫൈ പാസ്വേഡ് ഒന്ന് പറയോ? സാർ ആദ്യം എന്തെങ്കിലും ഓർഡർ ചെയ്യണം. ഓർഡർ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ്. പാസ്വേഡ് ഞാൻ 5 മിനിറ്റ്സ് കഴിഞ്ഞ് പറയാം. ഓർഡർ ഒന്നും പറയില്ല, ചുമ്മാ പാസ്വേഡ് ചോദിച്ചു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ഫോണിൽ നിന്ന് വൈഫൈ ഷെയർ ചെയ്യോ? What the F? ഹലോ, വൈഫൈ അല്ലേ ഞാൻ ചോദിച്ചോളൂ. പാസ്വേഡാ ഞാൻ പറഞ്ഞത്. യൂസർ നെയിം ദീപു. നല്ല പാസ്വേഡ്. ഹായ്, ഹൂസ് ദിസ്? ഐ ആം ജീവ, B57 പാർക്കിംഗ്. ഓ, ഐ ആം ജോസ്ന. ജോ. വാവ്, ഞാൻ ജി, നിങ്ങൾ ജോ. അത് അടിപൊളിയാണല്ലോ. ഓ, സ്പീഡ് കുറയ്ക്ക്. ചോദിക്കാതെ നമ്പർ തന്ന നിന്നെക്കാളും സ്പീഡാണോ ഞാൻ? 10 ടെസ്റ്റില് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഫെയിൽ. ഫെയിലോ? ഹലോ, ഇതിലെന്താ ടെസ്റ്റ് ഉള്ള? ചോദിക്കാതെ എന്റെ നമ്പറും തന്നും പറഞ്ഞ് കളിയാക്കിയില്ലേ? ഓ സോറി, ഇനി ഞാൻ ചെയ്യില്ല. ഓക്കെ, ദെൻ പാസ്. ഇടി, അത് നമ്മുടെ പയ്യനെ പോലെ ഉണ്ടല്ലോ. അവനെ പോലെയല്ല, അവനാ. താഴെ ഫ്ലാസ്കിൽ കാപ്പിയും കുപ്പിയിൽ വെള്ളമുണ്ട്. പിന്നെന്തിനാ ഇവിടെ വന്ന് കാശ് കൊടുത്ത് കുടിക്കുന്നേ? അത് കണ്ടോ, അവനൊരു പെൺകുട്ടിയെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. ഭഗവാനേ, വാ. ഇവക്ക് വട്ട എന്നാ തോന്നുന്നേ. രണ്ടുപേരും ഓപ്പോസിറ്റല്ലേ ഇരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കല്ലോ, പിന്നെ എന്തിനാ ഈ ഫോണ്?
എന്റെ ദൈവമേ, നിങ്ങൾ എപ്പോഴാണോ ഒന്ന് അപ്ഡേറ്റ് ആവുക? ഇപ്പൊ ഇതാ ട്രെൻഡ്. വേണമെങ്കിൽ നോക്കിയേ. ഓരോ ഭ്രാന്തി പിടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരെല്ലാം തല കുനിച്ചായി വെച്ചിരിക്കുന്നത്. ഹായ്, ഹായ്. ഐ എം ജീവാസ് മദർ. ദിസ് ഇസ് ജീവാസ് ഫാദർ. ഹായ്. ഹായ്. ഉസ് ജീവ? ജീവൻ ഞാനാ. ഓ, ഇതാണോ ആ ട്രെൻഡ്? ഉം. 400 രൂപയോ? 400ഓ? അല്ല, താൻ യൂസ് ചെയ്തതോ? 4 മിനിറ്റ്സ് അല്ലേ? പെണ്ണുങ്ങളുടെ അടുത്ത് എല്ലാം വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നീ ഇരിക്കും മോനെ, 400 രൂപ കൊടുത്തല്ലേ, മുതലാക്കിയിട്ട് വാ.